May I come in, ma'am? മാഡം, ഞാൻ സാന്ദ്ര. ഞാൻ എൻ്റെ ഫ്രണ്ട് നിമിഷയുടെ കാര്യം സംസാരിക്കാനാണ് വന്നത്. അവൾക്കിപ്പോൾ കുറച്ച് ദിവസമായി ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല. ക്ലാസ്സിലാണെങ്കിൽ തീരെ ശ്രദ്ധിക്കുന്നുമില്ല. അവൾക്കിപ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. അവളിപ്പോൾ ആരുമായിട്ട് ഒരു കൂട്ടുമില്ല. പിന്നെ കുറച്ച് പേര് വന്ന് അവൾക്ക് ഒരു പൊതിയൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ അവളുടെ കൈയുടെ ഈ ഭാഗത്തായിട്ട് ഞാൻ മുറിവുകളൊക്കെ കാണാറുണ്ട്. ചോദിച്ചാലാണ് ഒന്നും പറയാറില്ല. മോളുടെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ആ, അതെ. കയ്യിൽ എവിടെയാ മുറിവ്? ഈ ഭാഗത്തായിട്ടാണ്. ആഴത്തിലുള്ള മുറിവാണോ? അത്ര ആഴത്തിലുള്ളതല്ല. എത്ര നാളായി ഇങ്ങനെ ഒരു മാറ്റം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. അവളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അവളിപ്പോ എന്നോട് സംസാരിക്കാറേ ഇല്ല. വീട്ടിലും അങ്ങനെയാണെന്ന് അവളുടെ അമ്മ പറഞ്ഞത്. അവളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ടോ? എന്തെങ്കിലും ടെൻഷനോ വിഷമോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും പറയാറില്ല. ഞാൻ അമ്മയുടെ നമ്പർ തരാം. ഹലോ, 9B നിമിഷയുടെ അമ്മയല്ലേ? നിങ്ങൾക്കൊന്ന് സ്കൂളിലേക്ക് വരാൻ കഴിയുമോ? മോളുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇരുന്നോളൂ. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. മോളുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത്. മോൾക്ക് ഈയിടെയായി പെരുമാറ്റത്തിലും സ്വഭാവത്തിലും പഴയതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുള്ളതായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നല്ല മാറ്റമുണ്ട്. എൻ്റെ മോൾ ആകെ മാറിപ്പോയി. ഏത് നേരം നോക്കിയാലും ഈ ഫോണിലാ കളി. ഞാൻ അവളുടെ റൂമിലേക്ക് കയറുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. എപ്പോൾ നോക്കിയാലും ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും പഠിക്കാനെന്നൊരു പേരും. അതിൻ്റെ പേരിൽ എത്ര തവണ ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നറിയോ? എത്രയോ തവണ അവൾ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. രാവും പകലും ഫോണിൽ തന്നെ. ഞാൻ എത്ര പറഞ്ഞു നോക്കിയെന്നറിയോ? എൻ്റെ കൺട്രോളിൻ്റെ അപ്പുറത്തായി ഇപ്പോൾ അവളുടെ കാര്യങ്ങൾ. ഇവിടെ വന്ന് എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞാൽ ഓരോന്ന് പറഞ്ഞ് എൻ്റെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ആകെ മടുത്തു. സാരമില്ല, നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം. ചികിത്സ മാത്രമേ ഇതിനൊരു പരിഹാരമായിട്ടുള്ളൂ. അല്ലാതെ ഉപദേശം കൊണ്ടൊന്നും ഇതിനൊരു പ്രതിവിധി ഉണ്ടാവില്ല. പേടിക്കണ്ട, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാവും കേട്ടോ. ധൈര്യമായിട്ടിരുന്നോളൂ. എനിക്കിതൊക്കെ നിർത്തണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. മോളിതിന് മുമ്പ് നിർത്താൻ ശ്രമിച്ചിരുന്നു അല്ലേ? പക്ഷെ നിർത്താൻ കഴിയുന്നില്ല. ഇപ്പൊ തോന്നുന്നുണ്ടോ നിർത്താൻ പറ്റുമെന്ന്? മോള് പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എനിക്കിതൊക്കെ നിർത്തണം. ടീച്ചർ പറഞ്ഞതുപോലെ ചെറിയൊരു ചികിത്സയിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാം. എല്ലാ സഹായം ചെയ്തു തരാം, അല്ലേ? ഇതിൽ കുറ്റബോധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുട്ടികളാകുമ്പോൾ തെറ്റൊക്കെ പറ്റിയെന്ന് വരാം. പക്ഷേ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് വരാൻ ശ്രമിക്കുകയാണ് വേണ്ടത് കേട്ടോ. അമ്മയോ
ടീച്ചർ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ മോൾക്ക്? ഇനി പഴയതുപോലെ കളിച്ചും ചിരിച്ചും കൂട്ടുകൂടിയും ഒക്കെ സന്തോഷമായിട്ടിരിക്കണം. ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട്. ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പഠിച്ച് നല്ല മിടുക്കിയായി വരണം. പഠിച്ചു വളർന്ന ആരോഗ്യമുള്ളതും വീടിനും നാടിനും രാജ്യത്തിനു തന്നെയും മുതൽക്കൂട്ടാവേണ്ടതുമായ പുതുതലമുറയാണ് ലഹരിക്കടിമപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട ജന്മങ്ങളായിത്തീരുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് വില കൊടുത്തും രക്ഷിച്ചേ മതിയാവൂ. വരൂ, കൈകോർക്കാം. സമൂഹത്തിനാകെ വിനാശം വിതയ്ക്കുന്ന ലഹരി മാഫിയയെ ഒറ്റപ്പെടുത്താം.